കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ വയനാടിൽ സംഭവിച്ചിരുന്നത്. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം ഒന്നായി ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തുകയും അത് രാജ്യമാകെ സ്വീകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായി മാറുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് ആശ്വാസം നൽകും, സഹായം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. 3 മാസമായി ഒരു സഹായവും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കേരളത്തിൻ്റെ പ്രത്യേക പ്രതീക്ഷയായ കെ.വി. തോമസിനോട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന പ്രസ്താവനയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസ പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര, ദേശീയ, ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കാൻ അത് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുമായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക എന്നത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തരമായി സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ ഇത്തരം ദുരന്തം, ഇത്രയൊന്നും ദുരന്തങ്ങളില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഇതിനകം തന്നെ സഹായം നൽകാൻ BJP ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളതാണ്. നേരത്തെ പ്രളയ ദുരന്ത പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ദുരിത ആശ്വാസമായിട്ട് ഫണ്ട് സഹായം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അതിനുവേണ്ടി മന്ത്രിമാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് നിഷേധാത്മകമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരെ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന കാര്യമാണ്. ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. പ്രളയകാലത്ത് സാലറി ചാലഞ്ചിനെ പോലും എതിർത്ത UDF ഇക്കാര്യത്തിലും കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പമല്ല ഇത് നമുക്ക് കാണാനാവും. അതായത് ഇടതുപക്ഷത്തെ തകർക്കാൻ BJPയും UDFും ഒന്നിച്ചു നിൽക്കുന്ന നിലയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. കള്ളപ്പണം പിരിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പോഴ് ഈ കള്ളപ്പണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് BJPക്കുള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല.
കൊടകര കേസിൽ 28 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കേസ് ഫലപ്രദമായി കേരള പോലീസ് കൈകാര്യം ചെയ്യുകയുണ്ടായി. എന്നാൽ അവർക്ക് ഇടപെടാൻ സാധിക്കാത്ത കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾക്ക് അയച്ചിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്കായിട്ടില്ല. ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പും ഇഡിയും ഐടിയും പാലിക്കുന്നതിനു വേണ്ടി കൂട്ടാക്കിയില്ല. ഇതിനെതിരായ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ UDF തയ്യാറാവുന്നും ഇല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് LDFനെ കുറ്റപ്പെടുത്താനാണ് അവരെന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും വടകരയും തൃശ്ശൂരും ചേർന്നുള്ള ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 4 കോടി ഷാഫി പറമ്പലിന് കൊടുത്തു എന്ന് കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ തെളിവാണ്. പണം മാത്രമല്ല, ഒപ്പം വോട്ടും കൈമാറുക എന്ന ഡീലാണ് ഇവർ തമ്മിലുള്ളത്. തൃശ്ശൂരിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ BJPക്കാണ് ലഭിച്ചത് എന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീലിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും നയങ്ങളും ഇതിലേക്ക് തന്നെയാണ് വീണ്ടും നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കള്ളപ്പണ ഉപയോഗത്തിന്റെ കാര്യത്തിൽ BJPയോടൊപ്പം തന്നെ കോൺഗ്രസ് പിന്നിലല്ല എന്നാണ് പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ കോൺഗ്രസിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 9 നേതാക്കൾ, പ്രമുഖരായ നേതാക്കൾ, സാധാരണ അനുയായികളല്ല, ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി. രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാജിവെച്ചൊഴിയുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അവസാനമായി രാജിവെച്ച OP കൃഷ്ണകുമാരി വെടനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് BJP ബന്ധത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ്. നേരത്തെ പൂക്കോട്ടുകടവിലും കോൺഗ്രസ് BJP പരസ്യമായ സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് നിലവിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം കാണിക്കുന്നത്. ശരിയായ നിലപാടുകൾക്ക്
വലിയ പിന്തുണയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലുണ്ട്. മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാർലമെന്റിലുള്ള സീറ്റ് വളരെ നാമമാത്രമാണ്, ആ ഭൂരിപക്ഷം ഇല്ലാത്ത സംവിധാനം എങ്ങനെയാണ് മറികടക്കുക എന്നെല്ലാമുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ വിരലെണ്ണാവുന്ന സീറ്റ് മാത്രമുണ്ടായിരുന്ന അവർക്കിപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ കക്ഷിയായി മാറാൻ സാധിക്കുന്ന നില വന്നു എന്നാണ് അവസാന വാർത്തകൾ കാണിക്കുന്നത്. ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണവും പോരാട്ടവും ചേർത്ത് മുമ്പോട്ടേക്ക് പോയാൽ ഈ സാധ്യതയാണ് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കാണിക്കുന്നത് എന്നതാണ് ശ്രീലങ്കൻ അനുഭവം. പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. LDFും UDFും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം വോട്ട് നേടാനാവുമെന്ന തന്ത്രമാണ്, കപടതന്ത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പയറ്റാൻ ശ്രമിക്കുന്നത്. എന്നാൽ പാലക്കാട്ടെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി അറിയുന്ന ജനത LDF അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറുമുള്ള അനുഭവം. രാഷ്ട്രീയമായി ഇടതുപക്ഷ ശക്തികൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പാലക്കാട് മുന്നേറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരന് ലഭിച്ച വോട്ട് BJPക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഷാഫി പറമ്പലിന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം UDF സ്ഥാനാർത്ഥിക്കും ലഭിക്കാൻ പോകുന്നില്ല. വർഗീയ ശക്തികളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടെങ്കിലും മതനിരപേക്ഷ മനസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതവർഗീയ ധ്രുവീകരണത്തെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പാലക്കാട് 20-ാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. LDFും UDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൻ്റെ അവസാന വാക്ക് ജനങ്ങളുടേതാണ്. തീർച്ചയായും അത് LDFന് അനുകൂലമാകുമെന്ന് തന്നെയാണ്, ഡോക്ടർ P. ശ്രീധരന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മുനമ്പം പ്രശ്നം കേരളം യഥാർത്ഥത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സൗഹാർദ്ദം തകർക്കാൻ, അതിൻ്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് മതരാഷ്ട്രവാദികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമ്മൾ കാണുകയാണ്.
മുനമ്പം പ്രശ്നത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ നാടിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതിന് ഇടയാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യം പാർട്ടി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണിപ്പൂരിലെ വംശഹത്യ എന്ന നിലപാട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്ന് ഇപ്പോഴും കലാപത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. സംഘർഷങ്ങൾ നിലനിർത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണാധികാരികൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നതിന് പകരം സ്വാഭാവികമായും സൗഹാർദ്ദം നിലനിർത്തി മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള സംഘർഷ ലഘൂകരണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ കേരളത്തിൽ കുറ്റപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. മതസൗഹാർദ്ദം നിലനിർത്താനുള്ള ശ്രമങ്ങളിലൂടെ തന്നെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു പാർലമെന്റ് നിയോജകമണ്ഡലത്തിലും ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഉൾപ്പെടെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം പൂർത്തിയാക്കുകയുണ്ടായി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോവുകയാണ്. വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനമാണ് LDFൻ്റെതെന്ന് വ്യക്തവുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ആത്മവിശ്വാസമല്ല, ഉറപ്പാണ്. വെറും വിശ്വാസമൊന്നുമില്ല. ആ ബോംബൊന്നുമില്ല, കാര്യമില്ലാന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയില്ല. പാർട്ടി എങ്ങനെയും ബാധിച്ചില്ല. കാരണം ജയരാജൻ തന്നെ പറഞ്ഞു, ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ളപ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. ആ പ്രചാരവേല നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ DGPക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. എന്ത് അല്ല, ഒരാലോചനയിലേക്ക് പിന്നെ ഇങ്ങനെ വരൂല്ലോ. ആര് മാതിരി ചോദ്യത്തിനൊന്നും മറുപടി ഇല്ല കേട്ടോ. EP ജയരാജൻ എന്ന് പറയുന്നത് CPIഎമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. പിന്നെ ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജയരാജനെതിരായിട്ടാണോ ഗൂഢാലോചിക്കുന്ന വല്ല കാര്യമുണ്ടോ? പാട്ട് ശരിയായി തന്നെ മനസ്സിലാക്കി. ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു തന്നെ വേറെ മനസ്സിലാക്കാനായിട്ട് ഇല്ലാത്ത കാര്യം അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചിരിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന് പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളെങ്കിലും പറയണ്ടേ? ജയരാജനാണല്ലോ പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ് ഞാൻ പുസ്തകം എഴുതി പൂർത്തിയായിട്ടില്ല. പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത, അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അവസാനം സരിൻ്റെ പേര് കൂടി വലിച്ചഴച്ചുകൊണ്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ്. അതാണ് ഞാൻ എല്ലാവരും കാണുന്നത്. ഇതുപോലെ തന്നെയാണ് അന്വേഷണം ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്താൻ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്ന് ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പാർട്ടി വിശ്വസിക്കേണ്ട പുറത്തു വന്ന കാര്യങ്ങളെ പറ്റിയില്ല ഞാൻ പറഞ്ഞത്. ആദ്യം ജയരാജൻ തന്നെയല്ലേ പറഞ്ഞത്. അതൊന്നും ജയരാജൻ പറഞ്ഞതോ എഴുതിയതും അല്ല. പിന്നെ പറയണത്
നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്? ജയരാജൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എഴുതിയതല്ല, ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരു അവതരണമാണ്, അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും. DGPക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു, അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. എന്തായാലും ഇത്ര വെപ്രാളം പിടിക്കേണ്ട കാര്യമുള്ളത്? ഇതിലിപ്പോൾ ജയരാജൻ എന്ത് ചെയ്തു? ജയരാജന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കും, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത്, നിയമപരമായ നടപടി സ്വീകരിക്കുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പറ്റിയത്. പാർട്ടി വിശ്വസിക്കുകയാണ്. പിന്നെന്താ? അത് ഉൾപ്പെടെ എല്ലാം അന്വേഷിക്കേണ്ടത്. അന്വേഷിച്ചിട്ട് കേട്ടോ ആരൊക്കെ എഴുതിയെന്നുള്ളതെല്ലാം വരട്ടെ. അത് മാത്രമല്ലല്ലോ പുറത്തു വന്നത്, ബാല്യകാല അനുഭവങ്ങൾ മാത്രമല്ലല്ലോ പുറത്തു വന്നത്. അല്ല, അത് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ശരി, അത് മാത്രമല്ലല്ലോ പുറത്തു വന്നത്. അതിനിപ്പോൾ എന്തൊക്കെയോ ചേർത്ത് വന്നല്ലോ, അതല്ലേ പ്രശ്നം. എല്ലാ രീതിയിലും സംശയവും. തള്ളുകയാണ്, പാർട്ടിയും തള്ളുകയാണ്, പാർട്ടിയും പൂർണ്ണമായി തള്ളുകയാണ്. ആരെ അല്ല, പ്രസാദനത്തെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പ്രസാദനം ഉണ്ടാകുക. ഞാനൊരു പുസ്തകം എഴുതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കാതെ പ്രസാദനം ഉണ്ടാവുമോ? അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടിയാണ്. ഇല്ലാന്ന് ഉറപ്പല്ലേ? കരാറുണ്ട് കൽപ്പന ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ചോദിച്ച ഓരോന്നിനും മറുപടി പറഞ്ഞു. അതിനൊരു കരാറുമില്ല, അവരുമായിട്ടൊരു കരാറുമില്ല, അങ്ങനൊരു കരാർ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അവർ പ്രസിദ്ധീകരിക്കുക? പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീയതി നിശ്ചയിക്കുക. നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരാ അതിന്റെ മേലെ കയറാൻ പോകുന്നതെന്നും? മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കി. പറയാൻ ഉണ്ടാക്കി മാധ്യമം തന്നെയാണ് ഉണ്ടാക്കിയത്. EP ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലാത്തടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയ ഒന്നാണ് എന്ന് വ്യക്തല്ലേ. അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. അത് അങ്ങനെയുള്ള ഒരു പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ജയരാജൻ തന്നെയാണ് പറയുന്നത്. ഇല്ല, സൂചനകൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട. അത് സംബന്ധിച്ചെല്ലാം ഉള്ള അന്വേഷണം നടത്തി പൂർത്തിയാകട്ടെ, അന്നേരം നോക്കാം. പാർട്ടി അന്വേഷിക്കുന്നില്ല. പാർട്ടിക്ക് എന്തിനാ? ഞാൻ ഇന്നലെ പറഞ്ഞു, മിഞ്ഞാന്നേ പറഞ്ഞു, പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമൊന്നും അതില്ല. എന്തിൻ്റെ കാര്യത്തിലും ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം നടക്കുന്ന മുഴുവൻ കാര്യം എപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഉണ്ടോ? നിങ്ങൾ എഴുതുകയല്ലേ ചെയ്യുന്നത് സാധാരണ, ആരെങ്കിലും പറഞ്ഞിട്ട് എഴുതുന്നതല്ലോ. എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്ന്? അയാൾ അറിയാതെ അയാളുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇതെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം കളവാണെന്നും ഞാൻ ഒരു പ്രസാധക സംവിധാനവുമായിട്ട് ഒപ്പുവെച്ച് കരാറുണ്ടാക്കിയിട്ടില്ല എന്നും ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല ഇതിലൊന്നും, ഞാനിപ്പോൾ കഥ അല്ലെങ്കിൽ എൻ്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശദീകരണത്തിലാണ് ചോദിക്കേണ്ടത്? അതിന്റെ പേരിലൊക്കെ ഉള്ളതെല്ലാം പരിശോധിക്കണം. ഇതെല്ലാം നേരത്തെ ചോദിച്ചു, അത്ര കൊല്ലായി ചെയ്യാൻ പാർട്ടിക്ക് ഒരു പ്രതിരോധമില്ല. ഇതെല്ലാം പാർട്ടി നേരിട്ട് കൊണ്ടല്ലേ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു പ്രതിരോധത്തിനെയും പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പദം പറഞ്ഞ് പാർട്ടി എല്ലാ കാലത്തും പ്രതിരോധത്തിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ്.
എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ പ്രതിരോധം. ഞങ്ങൾക്ക് ഒരു പ്രതിരോധമില്ല കേട്ടോ. ഇനി വെറുതെ ഇങ്ങനെ പ്രതിരോധം എന്ന് പറഞ്ഞാണ് കണ്ടത്. ആ പദം മാറ്റിക്കണം. പാർട്ടി എന്തോ പ്രതിരോധത്തിലായി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അത് മാറ്റിക്കണം. പിന്നെ എങ്ങനെയാണെന്നാ പറയുന്നത്? ഏത് നിയമം അത്? യാദൃശ്ചികതക്ക് അപ്പുറത്തുള്ളൊരു ഏത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ നിയമമാണുള്ളത്? പിന്നെ ഗൂഢാലോചന തന്നെയല്ലേ ഇത് വളരെ വ്യക്തമല്ലേ? ഇതല്ല ഇമാതിരി എഴുതാതെ എഴുതി എന്ന് പ്രചരിപ്പിക്കുന്നത്, അത് ഇലക്ഷന്റെ ഭാഗമായിട്ട് ആ തീയതി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒക്കെ തന്നെ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് വ്യക്തമല്ലേ? അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത്. ആ ഗൂഢാലോചന അതൊക്കെ അന്വേഷിക്കാനല്ലേ ഇവിടെ പറഞ്ഞത്. പോലീസും അന്വേഷിക്കും, നിയമപരമായിട്ട് നിലപാട് സ്വീകരിക്കും. പോരെ? നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും. അതൊന്നും ഞാൻ തീർക്കാൻ പോകുന്നില്ല. ശരി, പരമാവധി ചോദിച്ചോട്ട് വെച്ചിട്ട് എല്ലാവരും അത് ഏതോ ഒരു പത്രം പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദമാർക്ക് ശക്തിയായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു തരത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും വാർത്തയായി കൊടുക്കുക എന്നുള്ള ഒരു ശീലമായിരിക്കുകയാണ്. അത് ഈ പത്രലോകത്തെ, പത്രം മാത്രമല്ല, ഈ പറയുന്ന മാധ്യമ ശൃംഖലയെ തന്നെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാം കള്ളം പറയുന്ന കുറേ ആളായിട്ട് മാറുക. യാതൊരു വസ്തുതയില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായിട്ട് മാറുക. അങ്ങനെ മാറാൻ പാടില്ലല്ലോ. ചില ജാഗ്രതയായിട്ട് ഇത് ഭരണകൂടത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഓരോന്നുണ്ടാക്കുക, കള്ളം പറയുക, കള്ളത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ പറ്റിയെല്ലാം ഉള്ള മതിപ്പല്ലേ പോവുക. രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള മതിപ്പ് ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കും? ഈ മാധ്യമങ്ങൾ തന്നെ വിശ്വാസത്തെ ചോർന്നു പോവുകയല്ലേ ചെയ്യുക. വെറും കളവ് പറഞ്ഞ് പ്രചരണം നടത്തിയായിരിക്കും. അത് നല്ല പോലെ UDF ഭൂരിപക്ഷത്തെയാണ് കൊടുക്കുക. UDF അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാലൻ പറഞ്ഞത് അവിടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പരിശോധന ഞങ്ങൾ നടത്തും. ബൂത്ത് ഏജന്റുമാരെയും എല്ലാം വിളിച്ചു ചേർത്ത് പരിശോധിക്കുന്നു. ഇപ്പോൾ അവർ പറഞ്ഞു പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി ഉണ്ടാവാതിരുന്നത് എന്ന് പറഞ്ഞാൽ അവർ 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങളാരും അതിനെപ്പറ്റി കൊണ്ടുന്നില്ല. 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറഞ്ഞവർക്ക് ആ വോട്ടനെ കിട്ടുന്നില്ല. എത്രയാണോ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞത് ആ വോട്ടനെ അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് ഇപ്പം ആത്മഹത്യ കിട്ടും. നേരത്തെ പറഞ്ഞ അവസാനം അതിൽ അന്തരീക്ഷത്തിൽ കുറച്ചും കൂടി ദിവസം അത് തീർന്നു. എങ്ങനെ എല്ലാം പരിശോധിച്ച് വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് വരട്ടെ. നമുക്ക് കഴിഞ്ഞു കണ്ട നിങ്ങൾക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കണം കൊടുത്തോ. അത് എൻ്റെ വായിൽ നിന്ന് വേണം ഒന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് എത്രയോ കാലമായിട്ട് മനസ്സിലായില്ലേ നടക്കുന്ന കാര്യമില്ല. പാലക്കാട് തിരഞ്ഞെടുപ്പിലൊക്കെ വമ്പിച്ച വിജയത്തോടു കൂടി അടുത്ത വർഷത്തോടുകൂടി മുന്നേറും. ആ ജയരാജാണ് പോയി പ്രസംഗിച്ചല്ലോ, കൃത്യമായിട്ട് സരിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് എന്നാണ് പറഞ്ഞത് സരിനെ പറ്റി. ഒരു ഡ്രോ ഒന്നുമില്ല, ഒരു ഡ്രോവേക്കുമില്ല. ഞാനും അത് തന്നെയായിരുന്നു ആ പറഞ്ഞത്. അവിടെ സരിൻ ഒരു ദിവസം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവൊന്നും ആവില്ല. കാരണം 8 കൊല്ലക്കാലം കോൺഗ്രസ് ആയിരുന്നു, വലതുപക്ഷത്തിന്റെ വക്താവായിരുന്നു. ആ വക്താവ് ശരിയായ ദിശാബോധത്തോടുകൂടി ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വന്നാൽ സരിൻ അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തായിട്ട് മാറും എന്ന് തന്നെയാണ് അതിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ ഓരോ രൂപമാണ് ഇപ്പോൾ ജയരാജൻ പറഞ്ഞത്. അത് പിന്നെ റോവാക്കാവുന്നത് എങ്ങനെയാണ്? ചെറിയ കുട്ടിയാ മറ്റാണോ പിടിച്ച് നടത്തിക്കൊണ്ടുപോകാൻ? നിങ്ങളല്ലേ പാർട്ടി കേഡർമാരെ പറ്റി മനസ്സിലാക്കിയ രീതിയെ തെറ്റാണ്. നിങ്ങൾക്കൊന്നും ഈ അനുഭവമില്ല. വെറുതെ വർദ്ധനം കണ്ടെത്ത കാര്യം. 10, 50, 60 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള VPയെ പോലുള്ള ആളുകളെ കൈപിടിച്ചിട്ടിങ്ങനെ നീ ആളെ പോയി പ്രസംഗിക്കുന്നു, ഈടെ പോയി ഇന്നത് പറ
എന്ന് പറയുന്ന അങ്ങനെ ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം ഈ വാർത്താ ശൃംഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗൗരവം വേണം കേട്ടോ. ഗൗരവം ഉണ്ടാവണം. ആ ഗൗരവം നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും കുറച്ച് കൊണ്ടുപോകുന്നു, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. അത് ഞാൻ നമ്മളോട് സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് തുറന്നു പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാവരും തുറന്നു പറയേണ്ട കാര്യമില്ല. ഞാനത് തുറന്നു പറയാം നിങ്ങളോട്. പിന്നെന്താ, തീർച്ചയായിട്ടും വന്നാൽ ഒരു സംശയമില്ല. ഞങ്ങൾക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. 3ാം സ്ഥാനത്തില്ല, അപ്പുറം സ്ഥാനമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ തന്നെ BJP 3ാം സ്ഥാനത്ത് എത്തി. അതിന് അർത്ഥം എന്നാ? മിനിമം അർത്ഥം പറ. ഇപ്പൊ 3 പ്രധാനമായിട്ട് മത്സരത്തിൽ. BJP ഇപ്പോഴും തന്നെ 3ാം സ്ഥാനത്താണുള്ളത്. അതിന്റെ അർത്ഥം എന്നാ? അത് പറയാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ല. അതിന്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ UDF-ഉമാണ് അവിടെ 1ഉം 2ഉം സ്ഥാനത്തുള്ളത് എന്നാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള നല്ല സാധ്യതയാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. നല്ല പൊരുതി മത്സരരംഗത്ത് മാത്രമല്ല, ആരോ പറയപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞില്ല. പത്രവാർത്തയാണ്, വാർത്താശീലാണ്. അവിടെ പറയപ്പെടുന്നു. ഇതെത്ര കൊല്ലം നമ്മൾ കേൾക്കുന്നു. അങ്ങനെ ഒരു നേതാക്കളും പറയുന്നില്ല കേട്ടോ. ഞാനിപ്പോഴും പാലക്കാടേക്ക് പോവാണ്. നേതാക്കൾ പറയും. നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നോരോന്നും മെനഞ്ഞുണ്ടാക്കുകയാണ്. അവിടെ പാലക്കാട് പാർട്ടി അതീവ ജാഗ്രതയോടുകൂടി ആവേശത്തോടുകൂടി LDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാളോട് സംസാരിക്കണ്ടെന്നൊക്കെ പാർട്ടി പറയുമോ? അത് ജനങ്ങളോട് ചോദിച്ചാൽ മതി. എന്താ പറയുക? അതിന് പാർട്ടി നിർദ്ദേശമൊന്നുമില്ല, ആർക്കുമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം പറയുക, പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി സംഘടനാ രീതി. ഇല്ല, പെട്ടി വിവാദത്തിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഉപേക്ഷിക്കുന്ന പ്രശ്നമൊന്നുമില്ല. വലിയ രീതിയിലാണ് നടക്കണമല്ലോ. പോലീസിന്റെ ഭാഗത്തല്ലേ നടക്കേണ്ടത്. DGPക്ക് കൊടുത്ത പെറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് ആ അന്വേഷണം നടത്തി തന്നെ പോകണം. പിന്നെന്താ അന്വേഷണം നടത്തുന്നത്? നിങ്ങൾ എപ്പാ നടന്നില്ല പറഞ്ഞ്? അല്ല, എപ്പാ നടന്നില്ല എന്ന് എപ്പാ പറഞ്ഞു? അല്ല, നിങ്ങളോട് എപ്പായി നടത്തില്ല എന്ന് പറഞ്ഞത് പോലീസ്? തെരഞ്ഞെടുപ്പ് അട്ടിമറി ഇതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നില്ല. അത് നിങ്ങൾ വിചാരിക്കണം. അത് നിങ്ങളെ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള പോയിന്റ് അത്. അയാൾ നേരത്തെ പറഞ്ഞ ഈ പ്രതിരോധം എന്ന് പറഞ്ഞു. അതുപോലെ അട്ടിമറിക്കുക. ഇരട്ട വോട്ടുണ്ട് അവിടെ. BJPക്കും കോൺഗ്രസിനും ജയിക്കാൻ സാധിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവര് ഇല്ലാത്ത വീട്ടില്, ഏതെങ്കിലും വീട്ടില് വിവിധ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെ വോട്ട് ചേർത്തിട്ടുണ്ട്. അതിപ്പോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അത് കോൺഗ്രസും ഉണ്ട്, BJP ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. അത് മുഴുവൻ പരിശോധിക്കുന്നതിന് നിയമപരമായും അതുപോലെ തന്നെ പോലീസിന്റെയും അന്വേഷണം പോകണം. അതുണ്ടാവണമെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്കതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തട്ടെ. അതെ, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല, എഴുതി കഴിഞ്ഞാലേ അതിന് അനുവാദം കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്റെ ജീവിതം എനിക്ക് അത് ചേരാനല്ലേ തീരുമാനിക്കുക. എന്തൊക്കെ എഴുതാൻ ഒരു 177, 150, 200, 400, 500 പേജിലൊന്നും എഴുതാനുള്ളതല്ല EP ജയരാജന്റെ ജീവചരിത്രം. അതിനേക്കാളല്ലാതെ എത്രയോ കൂടുതൽ എഴുതാൻ ജയരാജനുണ്ട്. ആർക്കാ എഴുതാനില്ലാത്തത്? എല്ലാവരും എഴുതാൻ പുറപ്പെട്ടാൽ അത്ര 1000കണക്കിന് പേജിന് എഴുതാനുള്ള ആത്മകഥ ഉണ്ടാക്കാം. അവിടെ ഈ 177 പേജാണ് എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ടത്. ഈ 177 പേജിനെയാണല്ലോ നിഷേധിച്ചത്.